ഹായ് ഫ്രണ്ട്സ്, ഞാൻ സോണിച്ചൻ നാട്ടുകാങ്ങളാണ്. ഞാനിപ്പോൾ ഡൽഹിയിലെ ജുമാ മസ്ജിദിൽ വന്നതാണ്. അപ്പോൾ ഇതൊന്ന് ഇവിടെ എല്ലാവരും വരുമ്പോൾ, ഡൽഹി വരുമ്പോൾ ഒക്കെ ഒന്ന് വന്ന് എല്ലാവരും ഷൂട്ട് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. വരും. ഇവിടെ വരുമ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ ഊരി വേണം പള്ളിക്കകത്തോട്ട് കയറാനായിട്ട്. ജുമാ മസ്ജിദ്, ഡൽഹിയിലെ ജുമാ മസ്ജിദാണ്. അപ്പം ചെരുപ്പ് ഊരി വേണം കയറാൻ. ചുവന്ന കല്ലിൻ പ്രൗഢിയിൽ നിൽക്കും ജുമാ മസ്ജിദിൽ 1000 ജനങ്ങൾക്കിടയിലൂടെ ഞാനും നടന്നു നീങ്ങി. ചരിത്രമുറങ്ങുന്ന മുറ്റത്തു ഞാൻ തനിച്ചു നിന്നു. മനസ്സിൽ ഒരു വലിയ തീർത്ഥാടനം പോലെ. ചുവന്ന കല്ലിൻ പ്രൗഢിയിൽ നിൽക്കും ജുമാ മസ്ജിദിൽ 1000 ജനങ്ങൾക്കിടയിലൂടെ ഞാനും നടന്നു നീങ്ങി. ചരിത്രമുറങ്ങുന്ന മുറ്റത്തു ഞാൻ തനിച്ചു നിന്നു. മനസ്സിൽ ഒരു വലിയ തീർത്ഥാടനം പോലെ. ഇത് ഡൽഹിയിലെ വലിയ ജുമാ മസ്ജിദാണ്. ഇവിടാണ് ഇപ്പം ഡൽഹിയിലൊക്കെ വരുന്നവർ ഈ പള്ളിയിലൊക്കെ വന്നൊന്ന് കാണാറുണ്ട്. കാരണം അതുപോലത്തെ വലിയ ഒരു പള്ളിയാണ്, ജുമാ മസ്ജിദാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്നവർ ഇവിടെ സന്ദർശിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലല്ല, ഇവിടെ പുറത്തുനിന്ന് വരുന്ന എല്ലാവരും ഇത് കണ്ടിട്ടേ പോകാറുള്ളൂ. അത്രയ്ക്ക് വലിയൊരു പള്ളിയാണ്. ഇതാണ് പള്ളിയുടെ ഫ്രണ്ട്. ഇങ്ങനെ ഈ ചുറ്റിനും നിറച്ചും ആൾക്കാരാട്ടോ. ഇതിനുള്ളിൽ നിറച്ച് പുറത്തുനിന്ന് വരുന്നവരൊക്കെ ധാരാളം ആൾക്കാരുണ്ട്. പുറത്ത് നമ്മൾ ചെരുപ്പ് ഊരിയതിന് ശേഷമേ അകത്തേക്ക് കടത്തി വിടുകയുള്ളൂ. പിന്നെ ഇതിനകത്തെല്ലാം ഫുള്ള് നിറയെ ആൾക്കാരാണ്. പിന്നെ അതാണ് പള്ളി. പള്ളിക്കകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഈ പള്ളിയിൽ നിസ്കരിക്കാനോ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഉള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനുള്ളിലേക്ക് അവർ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല, നിയന്ത്രണമുണ്ട്. കാരണം പള്ളിക്കുള്ളിൽ അവർ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് പുറത്ത് നിന്നൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഞാൻ ഈ പള്ളിയിൽ വന്നപ്പോൾ ഇതൊന്ന് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി. ഞാൻ കണ്ട കാര്യങ്ങൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. പക്ഷേ ഇത് നല്ല ഭംഗിയുള്ള പള്ളി കേട്ടോ, ജുമാ മസ്ജിദാണ്. നല്ല ഒരുപാട് ക്രൗഡ് ഇവിടെ ഉണ്ട് കേട്ടോ. ജനക്കൂട്ടത്തിന്റെ വലിയൊരു തിരക്കാണ്. നോക്കിയാൽ ഇതിന്റെ പുറത്ത് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒക്കെ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. പക്ഷെ ഉള്ളിലേക്ക് കയറി, നമുക്ക് പള്ളിക്കുള്ളിൽ കയറി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. നിസ്കരിക്കേണ്ടവർക്കൊക്കെ അത് കയറി നിസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇത് ഇഷ്ടമായില്ലേ? ജുമാ മസ്ജിദൊക്കെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്കെന്തായാലും ഇഷ്ടമായി. അപ്പോൾ അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഒരുപാട് വീഡിയോ നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എല്ലാം നിങ്ങളെ കാണിക്കും. ഡൽഹിയിലെ വിശേഷങ്ങളും ഹൈദരാബാദിലെ വിശേഷങ്ങളും ഒക്കെ നിങ്ങളെ കാണിക്കും. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു.